ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പേരുകേട്ട ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഏകദേശം 2500 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പരമ്പരാഗത ഓണാഘോഷങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നത്. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. ഈ തിരക്ക് കൂടിക്കൂടി വന്ന് രാത്രി വളരെ വൈകിയാണ് തിരക്ക് ഒഴിയുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ വേദികളിൽ നൃത്ത പരിപാടി നടക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ 4ഉം 5ഉം ടീമുകളാണ് വേദിയിൽ നൃത്തം ചെയ്യുന്നത്. തിരുക്കാൽക്കര എന്ന വാക്കിൽ നിന്നുമാണ് തൃക്കാക്കര ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപത്തിലെത്തി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഇടം ഇവിടെ എന്നാണ് വിശ്വാസം. തിരുവോണ നാളിൽ ഇവിടെ 50,000-ൽ പരം ആളുകൾക്ക് തിരുവോണ സദ്യ ഒരുക്കിയാണ് മഹോത്സവത്തിന് സമാപനം കുറിക്കുന്നത്. വാമനൻ, മഹാബലി, മഹാദേവൻ എന്നീ 3 പേരെയും ഒരുപോലെ ആരാധിക്കുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും തൃക്കാക്കര ക്ഷേത്രത്തിനുണ്ട്. വാമനമൂർത്തിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. എറണാകുളത്ത് ഇടപ്പള്ളിക്കടുത്താണ് തൃക്കാക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.